ഈ റീസെൻ്റായിട്ട് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നെക്സ്റ്റ് ഞാൻ എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടത്. അതിൽ വന്നിട്ടുള്ള മെജോറിറ്റി ടോപ്പിക്കായിരുന്നു എങ്ങനെ ഞങ്ങൾ ലോ ഫ്രീക്വൻസിയിൽ നിന്ന് ഹൈ ഫ്രീക്വൻസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, ഞങ്ങൾ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ എങ്ങനെ എനിക്കത് പോസിറ്റീവ് തോട്ട്സ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷൻസ് വരുമ്പോൾ എങ്ങനെ യൂണിവേഴ്സായിട്ട് അലൈൻ ആവാം എന്നുള്ള റിക്വസ്റ്റായിരുന്നു ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ശരി, എന്നൊരു വീഡിയോ ചെയ്തേക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ എല്ലാം ശരിയായിട്ടാണല്ലോ ചെയ്യുന്നത്, ഞാൻ എൻ്റെ ലൈഫിലെല്ലാം കറക്റ്റായിട്ടാണല്ലോ ചെയ്യുന്നത്, ഞാൻ എഫർമേഷൻസ് പറയുന്നുണ്ട്, ഞാൻ വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഓപ്പണോ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് എൻ്റെ റിയാലിറ്റി മാറുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടേക്ക് തിരമാലകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനൊപ്പം റെസിസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ എത്ര നീന്തിയിട്ടും എനിക്ക് വയ്യാണ്ടാവുന്നുണ്ട്, എനിക്കൊന്നും അങ്ങോട്ട് മുന്നോട്ടത്തേക്ക് നടക്കുന്നില്ല എന്നുള്ളൊരു തടസ്സം എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരിക്കില്ല. ഞാൻ ഇത്രയധികം ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ടും എന്തുകൊണ്ട് മാറുന്നില്ല എന്നുള്ളൊരു തോട്ട്. അപ്പോൾ ഞാൻ പറയാണ്, പ്രശ്നം നിങ്ങളുടെ ഡിസയേഴ്സ് അല്ല, നിങ്ങളുടെ ഡ്രീംസ് അല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്ന കാര്യങ്ങളും ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കിയേ. ആക്ച്വലി നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നറിയോ? ദ ഫ്രീക്വൻസി. അതെന്താ അപ്പോൾ ഫ്രീക്വൻസി? അപ്പോൾ ഞങ്ങൾ ഈ എഫർമേഷൻസ് ഒന്നും ചെയ്യണ്ടേ, ഞങ്ങൾ ഇതൊന്നും ചെയ്യണ്ടേ? ഓക്കെ, ചെയ്തോളൂ. പക്ഷെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കംപ്ലൈനിങ് ആണോ? ഇതൊന്നും ചെയ്തിട്ട് നടക്കുന്നില്ല, ഇതൊക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നാണ് നമ്മൾ കംപ്ലൈനിങ് എനർജിയിലാണ്, നെഗറ്റീവ് എനർജിയിലാണെന്നുണ്ടെങ്കിൽ നടക്കുമോ? അത് ഇല്ല. നിങ്ങൾ എത്ര മാനിഫെസ്റ്റേഷൻ ചെയ്തു കഴിഞ്ഞാലും നടക്കില്ല. അതെന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഫ്രീക്വൻസി ലോ ആ. യൂണിവേഴ്സ് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് കേൾക്കില്ല. യൂണിവേഴ്സിന് നമ്മൾ എന്തൊക്കെ പറയുന്നത്, എനിക്കിത് വേണം എന്നല്ല കേൾക്കുക. യൂണിവേഴ്സ് കേൾക്കുക നിങ്ങളുടെ ഫ്രീക്വൻസിയാണ്. അതെന്താ ഈ ഫ്രീക്വൻസി? യൂണിവേഴ്സ് കേൾക്കുക നിങ്ങൾ എന്താണ് എന്നുള്ളത്. നിങ്ങൾക്ക് ഹാപ്പി ഇമോഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഇമോഷൻ ഒരു ഫ്രീക്വൻസിയാണ്. നിങ്ങൾ സാഡ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഫ്രീക്വൻസിയാണ്. നിങ്ങൾ ഫിയർ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഫ്രീക്വൻസിയാണ്. സോ നിങ്ങൾ ഏത് ഫ്രീക്വൻസി ആണോ അതാണ് യൂണിവേഴ്സ് കേൾക്കുന്നത്. സിംപ്ലി പറഞ്ഞാൽ യൂണിവേഴ്സ് ഹിയേഴ്സ് യുവർ വൈബ്രേഷൻ. നിങ്ങൾ എന്തൊരു എനർജിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് അതാണ് യൂണിവേഴ്സ് കേൾക്കുന്നത്. എല്ലാം ഒരു എനർജിയാണ്. നമ്മുടെ ഈ വേൾഡിൽ എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മളൊരു എനർജിയാണ്. മണി ഒരു എനർജിയാണ്, ലവ് ഒരു എനർജിയാണ്. നമ്മൾ എല്ലാം ഒരു എനർജിയിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ? സോ യൂണിവേഴ്സ് കേൾക്കുന്നതും ആ ഒരു എനർജിയാണ്. സോ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ലോ വൈബ്രേഷനിൽ നിന്നിട്ടും ആ ഒരു ഹൈ വൈബ്രേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. പറഞ്ഞുതരാം. ഫുൾ കാണാൻ തയ്യാറാണോ? ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. എല്ലാവർക്കും എക്സാമ്പിൾസ് ആണ് ഇഷ്ടം. ഇത് നിങ്ങളൊരു ഹ്യൂമൻ റേഡിയോ ടവർ ആണെന്ന് വിചാരിക്കാം അല്ലേ? നിങ്ങൾക്ക് എല്ലാവരും റേഡിയോ കേൾക്കാറുണ്ട്. അതിലെനിക്ക് ഇന്ന എഫ് എം വേണം, ഇത്ര എഫ് എം വേണം, ഇതൊക്കെ കേൾക്കാറുണ്ട്. നമുക്ക് ബേസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് എങ്ങനെ മാറ്റണം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഡയറക്റ്റ് ടെക്നിക്സ് തന്നു കഴിഞ്ഞ് ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്നുള്ള റൂട്ട് കോസ് കണ്ടുപിടിച്ച് നമ്മൾ അത് മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് അത് മാറ്റാൻ പറ്റും, ഒരു ടെക്നിക്സും കൂടെ ഇല്ലാണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങളൊരു ഹ്യൂമൻ ടവറാണെന്ന് വിചാരിച്ചു, ഒരു റേഡിയോ ടവറാണെന്ന് വിചാരിച്ചോ. സോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലവാണ്, മണിയാണ്, ഒരു ഗുഡ് ഹെൽത്ത് ആണ്. ആ ഹെൽത്തൊക്കെ ഉള്ളത് ഏത് ചാനലിലാണ്? ഒരു 100 എന്ന് പറഞ്ഞ ചാനലിലാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അതൊരു ഫ്രീക്വൻസിയാണ്, 100 ഹേർട്സിലാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, ശരിക്കും ഇത് ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഫ്രീക്വൻസി ചാർട്ടൊക്കെ ഉണ്ട്, ബട്ട് ഇതിലൊരു സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അത് പറയാൻ നിന്ന വലിയ ക്ലാസ്സായി പോകും. സോ നിങ്ങൾക്കിടെ ലവ്, ഹെൽത്ത്, മണിയൊക്കെ 100ലാണ് എടുക്കുന്നത്. പക്ഷേ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ സ്ട്രെസ്ഡാണ്, ദേഷ്യമാണ്, പേടിയാണ്, ഡൗട്ടാണ്, കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ്, ഫിയർ ഓഫ് ലോസ്, എല്ലാം ഫിയർ, സ്ട്രെസ്ഡ്, ആംഗ്രി, ഡൗട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രീക്വൻസി 10 ഹേർട്സ് ആണ്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് 100 ഹേർട്സ് ആണ്. സോ ആക്ച്വലി എന്താ, നിങ്ങൾ ഈ ഒരു ഹേർട്സിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. ആണോ? കൂടുതൽ പേരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനോടുള്ള നിങ്ങളുടെ ഇമോഷൻസ് എന്താണെന്ന് വെച്ചാൽ പറയും പേടിയാണ്, ഡൗട്ടാണ്, എനിക്കത് കിട്ടുമോ എന്നുള്ള പേടി, അതെനിക്ക് ലൂസ് ആവുമോ എന്നുള്ള പേടി. സോ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ഹേർട്സിലുള്ള എഫ് എം കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു സംഭവം കേൾക്കാൻ പറ്റും? ഇഫ് യു ആർ വൈബ്രേറ്റിംഗ് ഇൻ ദിസ് ഹേർട്സ് അല്ലേ? അത് ഫിസിക്കലി നമുക്ക് ഇമ്പോസിബിൾ ആണ്. ഫിസിക്കലി നമുക്ക് പോയി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ബട്ട് നമുക്കത് അതിലേക്ക് ട്യൂൺ ഇൻ ചെയ്യണം.
അതിനെയാണ് നമ്മൾ പറയുന്നത് സ്കെയിൽ ഓഫ് കോൺഷ്യസ്നസ്. എങ്ങനെ നമുക്ക് ഈ ലോ ഫ്രീക്വൻസിയിൽ നിന്ന് ഹൈ ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഈ ഗിൽട്ടും ഷെയിമിന്നും ഫിയറിന്നും ഒക്കെ നമുക്ക് അതൊരു ഭയങ്കര കോൺട്രഡിക്റ്റ് ചെയ്യണ എനർജിയാണ്. ഇവിടുന്ന് തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ റെസിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ സ്ട്രെസ്, ആങ്കർ. കാരണം ഇതൊക്കെ ഒരു ഇമോഷൻ തന്നെയാണ്, ഇതും ഒരു ഇമോഷനാണ്, രണ്ടും എനർജിയാണ് അല്ലേ? സോ ഇതൊക്കെ ലോ ഫ്രീക്വൻസിയാണ്. സ്ട്രെസ്, ആംഗ്രി, ഫിയർ, എപ്പത്തി, ഷെയിം, ഇതൊക്കെ ലോ ഫ്രീക്വൻസിയിൽ എല്ലാവരും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന്. കാരണം നിങ്ങൾ ലോ ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഹൈ ഫ്രീക്വൻസിയിൽ എന്തൊക്കെയുണ്ട്? ആക്സെപ്റ്റൻസ്, അത് ആക്സെപ്റ്റ് ചെയ്യുക, ഒരു സമാധാനം, ജോയ്, ലവ്, സെൽഫ് ലവ് ഒക്കെ ഹയസ്റ്റ് ഫ്രീക്വൻസിയിലാണുള്ളത്. ഞാൻ ഇന്നാൾ സെൽഫ് ലവിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ട് നമ്മൾ സെൽഫ് ലവ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഇതാവുന്നത്? അത് ഹയസ്റ്റ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ എനർജി ഒരു ഹയസ്റ്റ് ഫ്രീക്വൻസി ഓഫ് ഇറ്റ് ഫ്ലോസ് അല്ലേ? നമ്മൾ ഈ ലോവസ്റ്റ് ഫ്രീക്വൻസി ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക? അത് റിപ്പൽ ചെയ്യും. ബ്ലെസ്സിങ്സിനൊന്നും അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ വളരെ ലോ ഫ്രീക്വൻസിയാണ്. വളരെ ലോ ഫ്രീക്വൻസിയിൽ വളരെ വലിയൊരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റുമോ? അവർ റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രീക്വൻസി ഇതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഫ്രീക്വൻസി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്താ ചെയ്യുക? നിങ്ങൾ റിപ്പൽ ചെയ്യും, തടഞ്ഞു കളയും, പോവാൻ പറയും. അതേസമയം നിങ്ങളൊരു ഹയസ്റ്റ് ഫ്രീക്വൻസിയിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ വളരെയധികം ഹയസ്റ്റ് ഫ്രീക്വൻസിയിലാണെന്ന്, വളരെയധികം എക്സ്പാൻഡഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്രീക്വൻസി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ ലവ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിയർ ആയിട്ട് നിന്നാൽ നിങ്ങൾക്ക് ലവ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. നിങ്ങൾക്ക് ലവ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു വൈബ്രേഷനിൽ റേഡിയേറ്റ് ചെയ്യണം? ലവ് വൈബ്രേറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ലവിങ് ഫ്രീക്വൻസിയിലാണ്. അതിനാണ് സെൽഫ് ലവ് ചെയ്യാൻ ആദ്യം പറയുന്നത്. നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഒരു വൈബ്രേഷൻ പോസിറ്റീവ് ആവാൻ തുടങ്ങും. അപ്പോഴാണ് നിങ്ങളൊരു മാഗ്നറ്റ് പോലെ എല്ലാം അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങുക. സോ വെൻ യു ആർ ലവ്, കൂടുതൽ ലവ് ആയിരിക്കും. വെൻ യു ആർ ബ്ലെസ്സിങ്, കൂടുതൽ ബ്ലെസ്സിങ് ആയിരിക്കും. വെൻ യു ഫീൽ യു ആർ ലവ്ഡ്, അതാണ് നമ്മൾ ഹാപ്പി ആകുമ്പോൾ കൂടുതൽ ഹാപ്പി ആവും. പക്ഷെ എന്താ ചെയ്യുക? ഒരാൾ ഹാപ്പി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പറയും, അയ്യോ ഞാൻ ഇനി ഇരുന്ന് കരയും, എനിക്ക് അധികം സന്തോഷിക്കാൻ പറ്റുമെന്ന് വരില്ല, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇരുന്ന് കരയും എന്നുള്ള പേടിയാണ്. അപ്പോൾ എന്തുണ്ടാവും? ആ പേടി കാരണം ആ കൂടുതൽ പേടി കൂടും. എന്തിനാണോ പേടിക്കുന്നത് അതാണ് കൂടുക. ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾ എന്തൊരു കാര്യമാണോ മുന്നേ പേടിച്ചിരുന്നത് അതൊക്കെ ആയിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു പ്രൂഫാണ്. നെഗറ്റീവായിട്ട് മാനിഫെസ്റ്റ് ആവും, പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ആവും. സിമ്പിളായിട്ട് പറയട്ടെ, നിങ്ങളുടെ ഒരു ലൈഫ് നിങ്ങളൊരു എല്ലാവരും ഗെയിം കളിക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങളുടെ ഈ ലൈഫ് ഒരു ഗെയിമായിട്ട് ആലോചിച്ച് നോക്കിയേ. ഈ ഗെയിമായിട്ട് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ ലെവൽ പോകും തോറും ടഫായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഓരോ ലൈഫിൽ നിങ്ങൾ പ്രായം കൂടും തോറും ടഫായിട്ടുള്ള ചാലഞ്ചസ് വരും. ഈ ടഫായിട്ടുള്ള ചാലഞ്ചസ് ആണ് നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷൻസ് നിങ്ങൾക്കുള്ള ചാലഞ്ചസ് ആണെന്ന് വിചാരിക്കാം. അതേസമയം ആ ഗെയിമിലെ ആൾക്ക് ഈ ചാലഞ്ചസ് ഒക്കെ ചാടിക്കിടക്കണം എന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ പവർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹിൻസ് ഉണ്ടായിരിക്കും. ആ സൂപ്പർ പവർ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ആക്കി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗെയിം ഈസി ആയിരിക്കുമോ? ഈ ലൈഫ് എന്ന് പറഞ്ഞൊരു ഗെയിം ഈസി ആയിരിക്കുമോ? യെസ്. സോ അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ ആയിക്കഴിഞ്ഞാലും ഈ വൈബ്രേഷൻ റേസ് ആവുന്നതായാലും ഒരു ഗെയിമായിട്ട് കാണാം. നെഗറ്റീവ് സിറ്റുവേഷൻസ് വരും, എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടത്തേക്ക് പോകാൻ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ ഈ സൂപ്പർ പവർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ലൈഫ് ഹാപ്പി ആവുമെന്ന് വിചാരിക്കേണ്ട. ഒരു ഗെയിം ആയാൽ കൂടെ നമുക്ക് ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചാലഞ്ചസ് വരണം. ആ ചാലഞ്ചസ് വന്ന് നമ്മുടെ കയ്യിൽ ആ സൂപ്പർ പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാലഞ്ചസ് ഒക്കെ ഈസി ആയിട്ട് നമ്മൾ അടിച്ച് കയറി മുന്നോട്ടത്തേക്ക് പോകണ കണ്ടിട്ടില്ലേ? ദാറ്റ് പവർ ഇസ് യുവർ ഫ്രീക്വൻസി, ദാറ്റ് പവർ ഇസ് യുവർ മാനിഫെസ്റ്റേഷൻ. അതിലുള്ളൊരു കിട്ടുന്ന സൂപ്പർ പവറാണ് മാനിഫെസ്റ്റേഷൻ. ഗിവ് അപ്പ് ചെയ്ത് എന്തുണ്ടാവും? ഈ നെഗറ്റീവ് സിറ്റുവേഷൻസ് വന്ന് ഈ ഗെയിമിലെ ആൾ എന്ത് ചെയ്യും? ആ ഗെയിം ഫെയിലാവും. ലൈഫ് എന്ന് പറഞ്ഞ ഗെയിം ഫെയിലാവും. ബട്ട് നിങ്ങൾ ആ ഗെയിം കളിക്കാൻ നിങ്ങൾക്ക് കാണിക്കുന്ന എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് എനിക്കായിട്ട് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നൊരു തോട്ടായിരുന്നു. നമ്മൾ എന്തുകൊണ്ട് എന്നൊരു ഗെയിമായിട്ട് ആലോചിച്ചുകൂടാ? എന്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഗെയിം കളിക്കാൻ ഇഷ്ടമാണ്. എന്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ നെഗറ്റീവ് ചാലഞ്ചസ്, നമ്മൾ ഓരോ ചാലഞ്ചസ് വരുമ്പോൾ ചാടിക്ക് എടുക്കുന്നൊക്കെ കണ്ടിട്ടില്ലേ? അതിൽ ഓരോ ബാക്ക് പാക്കൊക്കെ ഇട്ട് സൂപ്പർ പവറായിട്ട് ഇതൊക്കെ ഇടിച്ച് പൊളിക്കാൻ കണ്ടിട്ടില്ലേ? ദാറ്റ് പവർ ഇസ് യുവർ മാനിഫെസ്റ്റേഷൻ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആവും. ഒരു ഐ ഓപ്പണിംഗ് ആയിരിക്കും. ഓക്കെ, നമുക്ക് കേസ് സ്റ്റഡി നോക്കാം. എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാൻ പറ്റും? അപ്പോൾ ഇത്ര നിങ്ങൾക്ക് ബേസ് മനസ്സിലായി. ഇനി നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എടുക്കാം. മണി,
ലവ് ആൻഡ് ബോഡി. ഓക്കെ, സോ മണി ആണെന്നുണ്ടെങ്കിൽ ഇഫ് ലോ ഫ്രീക്വൻസിയിലാവുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പൈസേനെ കുറിച്ച് ചോദിക്കുക? ലാക്ക്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് പൈസ കാണുമ്പോൾ ഉള്ളൊരു ജലസി, ഓ അവർക്കുണ്ട് എനിക്കില്ല, അവർക്കൊക്കെ എല്ലാം ഉണ്ട് എനിക്കില്ല എന്നുള്ളൊരു തോന്നൽ. ക്യാൻസൽ. ബാക്കിയുള്ളവരുടെ സക്സസ് കാണുമ്പോൾ ഉള്ളൊരു ജലസി, അല്ലെങ്കിൽ എനിക്കതിനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ എനിക്ക് എത്രയൊന്നും എടുക്കാനില്ല. കുറേ പേര് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ കയ്യിൽ എടുക്കാനില്ല. അപ്പോൾ പറയും എൻ്റെ കയ്യിൽ എടുക്കാനില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറയുന്നത്, വെറുതെ അല്ലല്ലോ എന്ന് പറയും. ബട്ട് അത് പറയുന്നതേ ഒരു ലോ ഫ്രീക്വൻസിയാണ്. ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും തോറും നിങ്ങൾക്ക് കൂടുതൽ ഇല്ലായ്മയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജലസി, ഐ കാണ്ട് അഫോർഡ് ദാറ്റ്, ലാക്ക്, ക്യാൻസൽ. ഓക്കെ, അതേസമയം നമുക്കതിനെ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും? ആ ഒരു ഹയസ്റ്റ് ഫ്രീക്വൻസി എന്താ? അബണ്ടൻസ് അല്ലേ? ഈ അബണ്ടൻസിലേക്ക് ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എഫർമേഷൻ പറയാണ്, ഓ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ബ്ലോക്ക് ചെയ്യും, അതിന് നിൻ്റെ കയ്യിൽ ഇല്ലല്ലോ എന്നൊക്കെ പറയും അല്ലേ? ബട്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ജനറസ് ആവാൻ നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പം ഇത്ര രൂപ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഒരു 10 രൂപ 20 രൂപ ഞാൻ ജനറസ് ആക്റ്റായിട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ എന്തെങ്കിലും വെയിറ്ററിന് നമ്മൾ കുറച്ച് പൈസ കൊടുക്കുക, നമ്മുടെ ബിൽസിനെ നമ്മൾ ബ്ലെസ് ചെയ്യാൻ തുടങ്ങുക. എന്തെങ്കിലും ഒരു ചെറിയ രീതിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഇഷ്ടപ്പെട്ട രീതി കൂടെ മണി വരും. മണി ഒരു എനർജിയാണ്, ലവ് ഒരു എനർജിയാണ്, ബോഡി ഒരു എനർജിയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ഈവൻ ഇത്ര പൈസ ആണെങ്കിൽ കൂടെ നമ്മൾ അതിന് വേണ്ടി എടുക്കുമ്പോൾ ഈ ഒരു മെൻറ്റാലിറ്റി ആലോചിച്ച് വെച്ചാൽ മതി. ഞാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വഴി കൂടെയും ഇതിനേക്കാൾ ഇരട്ടിയായിട്ട് എനിക്ക് പൈസ വന്നുകൊണ്ടേയിരിക്കും. അതേസമയം എന്താ ചെയ്യുക? പിന്നെ വാം കൂട്ടി വയ്ക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും തോറും ഇല്ലായ്മയാണ് കാണിക്കുന്നത്. എല്ലാം ഒരു എനർജിയാണ്. നമ്മൾ എന്തൊരു എനർജിയാണോ കൊടുക്കുന്നത് ആ ഒരു എനർജിയാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഏത് നേരവും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ തോന്നുമോ? ഒരിക്കലും തോന്നില്ല അല്ലേ? അതേസമയം ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളെനിക്ക് അധികം ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടെ നിങ്ങളെനിക്കൊരു മിഠായിയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ പറയാം വളരെ നല്ലതാണ്, താങ്ക് യു സോ മച്ച് എനിക്ക് ഈ ഒരു മിഠായി തന്നിരുന്നു പറഞ്ഞ് ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുൾ നിങ്ങളോട് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ തുടങ്ങും. സത്യമാണോ? നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക, അത് ലൈക്ക് റിസൾട്ട്സ് കിട്ടുന്നത് തന്നെയാണ് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളെപ്പം ലൈക്ക് ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും എന്ന് വെച്ച് ചെയ്യുന്നേക്കാളും മനസ്സറിഞ്ഞ് നമ്മൾ എങ്ങനെ ആ ഒരു കാര്യത്തിലേക്ക് ടാപ്പ് ചെയ്യാൻ തുടങ്ങുന്നോ, ആ ഒരു കാര്യത്തിൽ നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്നു, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ ബ്ലെസ് ചെയ്യാൻ തുടങ്ങുന്നോ, ആ ഒരു ബ്ലെസ് ചെയ്യുക എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പിടിച്ച് വെച്ച് കൊടുക്കണമല്ലോ എന്ന് പറയാം. ഇത് കൊടുക്കുന്നു, ഞാൻ ഇഷ്ടപ്പെട്ട് കൊടുക്കുമ്പോൾ എനിക്ക് അതേപോലെ അൺഎക്സ്പെക്റ്റഡ് വേസിൽ കൂടെ എനിക്ക് പൈസകൾ നിങ്ങൾക്ക് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ട്രൈ ചെയ്ത് നോക്കൂ. ഇറ്റ്സ് എ വർക്കിംഗ് കാര്യം തന്നെയാണ്. അല്ലാന്നല്ല, നിങ്ങളത് ചെയ്ത് നോക്കുക. എല്ലാവരും ഇങ്ങനെയാണ്, മനസ്സറിഞ്ഞോ ഇല്ലായ്മയെന്ന് കൊടുക്കുന്നതിന് പകരം കൊടുക്കുന്ന ഒരു കുറച്ച് രൂപയാണെങ്കിൽ കൂടെ നമ്മൾ ഉള്ളത് കൊടുക്കുക എന്ന് പറയില്ലേ, ഉള്ളത് വെച്ച് നമ്മൾ ചെയ്യുക. ഉള്ളത് വെച്ച് കൊടുക്കുന്നു നമുക്ക് അതിനേതായിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് വേസിൽ കൂടെ നമുക്ക് മിറക്കിൾസ് ആൻഡ് ബ്ലെസ്സിങ്സ് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇനി ലവ് നോക്കുകയാണെങ്കിൽ എന്താ നിങ്ങളുടെ ലോവസ്റ്റ് വൈബ്രേഷൻ? എല്ലാവർക്കും അറ്റാച്ച്മെൻ്റ് ആണ്. ആ ഒരു ഇതാണ്, ഞാൻ വിചാരിക്കുന്ന പോലെ എന്നെ ചെയ്യണം, ആ ഒരു ചേസിങ് എനർജിയാണ്. ഓവർ തിങ്കിങ് ആണ്, എന്നെ വിട്ടു പോവോ എന്നുള്ളൊരു പേടിയാണ്. അബാൻഡ്മെൻറ്റ് ഇഷ്യൂസാണ്, എന്നെ വിട്ടു പോവോ, എനിക്ക് ലൂസ് ആവുമോ എന്നുള്ളൊരു പേടിയാണ്. ആൻഡ് ഈ നീഡിനെസ് കാണിക്കില്ല നമ്മൾ. എനിക്കിത് വേണം എന്ന് പറയുമ്പോൾ ആക്ച്വലി ആ ലവിനെ പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ എന്താ ചെയ്യുക? നമുക്ക് ഹയസ്റ്റ് ഫ്രീക്വൻസി എന്താ? ലവ്, ഹെൽത്തി ലവ്, ഒരു ഹയസ്റ്റ് ഫ്രീക്വൻസി. അപ്പോൾ അതിന് എന്താ ചെയ്യുക? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്താ? fall in love with your own life. നിങ്ങളുടെ സ്വന്തം ലൈഫായിട്ട് ലവ് ദാറ്റ് ലൈഫ്. നിങ്ങളെ ഇഷ്ടപ്പെടുക, നിങ്ങളുടെ ഓൺ ജോയിനെ നിങ്ങൾ ഫോക്കസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെറിയ 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 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. സോ നിങ്ങൾ ആ ഒരു സെൽഫ് ലവിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആ ലവ് അട്രാക്റ്റ് ചെയ്യുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്, യു ബിക്കം ഇൻക്രെഡിബ്ലി മാഗ്നറ്റിക് ആൻഡ് ദേ സ്റ്റാർട്ട് ചേസിങ് യു. ബിക്കോസ് നിങ്ങൾ ആ ഒരു എനർജിയിലായിരിക്കും തുടക്കത്തിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എല്ലാവരും അട്രാക്റ്റഡ് ആയിരുന്നത്. സോ വെൻ യു ഫോൾ ഇൻ ലവ് വിത്ത് യുവർ ഓൺ ലൈഫ്, വെൻ യു ഫോൾ ഇൻ ലവ് വിത്ത് യുവർ ഓൺ സെൽഫ്, നിങ്ങൾ ഭയങ്കര പവർഫുള്ളി മാഗ്നറ്റിക് ആവുകയാണ്. അതേപോലെ തന്നെയാണ് ഹെൽത്ത് ആൻഡ് ബോഡിയുടെ കേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലോ ഫ്രീക്വൻസി റെസിസ്റ്റ് ചെയ്യുക, കണ്ണാടി നോക്കുന്നത് ഹെയ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ബോഡീനെ പനിഷ് ചെയ്യുക, നിങ്ങൾ തന്നെ സ്വന്തം ഡയറ്റിനെയും നിങ്ങൾ തന്നെ പനിഷ് ചെയ്തുകൊണ്ടിരിക്കുക.
അതേസമയം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. എൻ്റെ കൈകൾക്കായാലും എൻ്റെ കാലുകൾക്കായാലും ഞാൻ നന്ദി, എനിക്ക് കാണുന്ന കണ്ണുകൾക്കായാലും ഞാൻ നന്ദി, ഞാൻ ശ്വസിക്കുന്ന ശ്വാസത്തിനായാലും നന്ദി എന്ന് പറഞ്ഞ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ടോ? നല്ല ഫുഡ് നമുക്ക് വേണ്ടി കഴിക്കുക, നമുക്ക് വേണ്ടി കുക്ക് ചെയ്യുക, നമുക്ക് വേണ്ടി കഴിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഹെൽത്തി ബോഡി തിരിച്ച് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ തന്നെ ഹാപ്പി ആവാൻ തുടങ്ങും ബോഡിയിൽ. ഹാവ് യു എവർ ട്രൈഡ് എനി ഓഫ് ദിസ്? ഈ ഷിഫ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾ ഏതെങ്കിലും കാര്യം ഇതുവരെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? ഇനി ആലോചിക്ക്, നമ്മൾ ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതിനേക്കാളും ഡിപ്രഷൻ ആയിട്ട് ഇരിക്കുന്നതിനേക്കാളും ഈ ലോ വൈബ്രേഷൻ ഫ്രീക്വൻസി ഇരുന്ന് നെഗറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ ആ ഒരു ചെറിയ എഫേർട്ട് എടുത്ത് നമ്മളൊരു പീസ്ഫുൾ വേക്ക് ട്രാൻസിഷൻ ചെയ്യുന്നത്, ആ ഒരു പീസ്ഫുൾ വേക്ക്, ആ ഒരു ഗ്ലോയിങ് സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറുന്നത് അല്ലേ? ശരി, നമുക്കൊരു ലൈവ് ആക്ടിവേഷൻ ചെയ്യാം. എന്താ, ഇന്നഫ് ഓഫ് തിയറി ഒക്കെ മതി. നമുക്കിനി കുറച്ച് പ്രാക്ടീസസ് എന്തെങ്കിലും ചെയ്യാം. എല്ലാവരും വിചാരിക്കുന്ന ഫ്രീക്വൻസിയൊക്കെ ഞാൻ മാറ്റണമെന്നുണ്ടെങ്കിൽ കുറേ വർഷം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണം. ഒരു 30 സെക്കൻഡിൽ നമുക്ക് ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്താലോ. നിങ്ങളുടെ ഫോണൊക്കെ ഒന്ന് താഴെ വെച്ച്, ആ ഓൺ ചെയ്ത് വെച്ചോ, വീഡിയോ ഓൺ ചെയ്ത് വെച്ച് ഫോൺ താഴെ വയ്ക്കുക. എന്താണ് നിങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കല്ലേ, താഴെ വയ്ക്കുക. അത് നമുക്കൊരു ഫ്രിക്ഷൻ ആക്ടിവേഷൻ ചെയ്യാം. നമ്മളെല്ലാവരും ഈ കൈ റബ്ബ് ചെയ്യാറുണ്ട് ഇല്ലേ? അതുപോലെ നിങ്ങൾ രണ്ടുപേരും എന്നതിന് ഞാൻ പറഞ്ഞ രണ്ട് കൈകളും നിങ്ങളുടെ 2 ഹാൻഡ്സും ഒരുമിച്ച് നല്ല ഫ്രിക്ഷനിൽ ഹീറ്റ് ആവുന്ന വരെ നിങ്ങൾ റബ്ബ് ചെയ്യുക. ആ ഒരു ടിംഗ്ലിങ് ഫീലിംഗ് ഉണ്ടായിരിക്കില്ലേ, നമ്മൾ ആ ഭയങ്കര ഹാർഡായിട്ട് നമ്മൾ റഫായിട്ട് അങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് നേരം അങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് ആ ഹീറ്റ് തോന്നുന്ന വരെ നിങ്ങൾ റബ്ബ് ചെയ്യുക. നിങ്ങളുടെ ഫോക്കസ് മൊത്തം നിങ്ങളുടെ ഈ 2 കൈകളുടെ ഇടയിലായിരിക്കണം. ഓക്കെ, ഫോക്കസ് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്ത് കണ്ണടച്ച് റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് മെല്ലെ ആ ഒരു ഹീറ്റ് ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ മെല്ലെ നിങ്ങളുടെ ഒരു 2 ഇഞ്ചസ് അപ്പാർട്ട് മെല്ലെ കൈകൾ കൊണ്ടുവരാം. അങ്ങനെ കൈകൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു ആ ടിംഗ്ലിങ് ഫീൽ ഉണ്ടായിരിക്കും, ഒരു എനർജി ഫീൽഡ് നിങ്ങളുടെ കൈയുടെ ഇടയിൽ തോന്നും ഇല്ലേ? ഒരു പുഷ് ചെയ്യുന്ന പോലെ 2 കൈകളും പുഷ് ചെയ്യുന്ന രീതിക്ക് നിങ്ങളത് ചെയ്യുമ്പോൾ ആ ഒരു എനർജി ഫീൽഡ്, ആ ഒരു മാഗ്നറ്റിക് പുള്ള് തോന്നും. നൗ ഓപ്പൺ യുവർ ഐസ്. അതൊരു ഹീറ്റ് മാത്രമല്ല, അതൊരു എനർജി ഫീൽഡാണ്. ദിസ് ഇസ് യുവർ ലൈഫ് ഫോഴ്സ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കൈകളിൽ ഡോർമെൻ്റ് ആയി കിടക്കുന്നുണ്ടായിരുന്നത്, ലൈക്ക് ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നത് നിങ്ങൾ 30 സെക്കൻഡിൽ ജസ്റ്റ് ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. നിങ്ങളൊരു ഓഫ്ലൈൻ നിന്നിപ്പോൾ ഒരു ഓൺലൈൻ ആയ പോലെയാണ് നിങ്ങൾ ഈ റബ്ബ് ചെയ്തതിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു ഡോർമെൻറ്റ് സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾ കൈ റബ്ബ് ചെയ്ത് ആ ഒരു എനർജി ഫീൽഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ആക്റ്റീവ് സ്റ്റേറ്റ് ആയിട്ട് മാറി. ആൻഡ് ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ്. നിങ്ങളുടെ ഫ്രീക്വൻസി റേസ് ചെയ്യാനുള്ള ഫസ്റ്റ് ടൈം ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് നിങ്ങളാകുമ്പോൾ നിങ്ങളൊരു ആക്റ്റീവ് സ്റ്റേറ്റ് ആയിരിക്കും. അതുപോലെ നിങ്ങൾ ജമ്പ് ചെയ്യുമ്പോൾ, നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചാടുമ്പോൾ, അല്ലെങ്കിൽ ബോഡി നിങ്ങൾ അനക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ആക്റ്റീവ് ആവാൻ തുടങ്ങും. വളരെയധികം ഒരു പോസിറ്റീവ് ഫീലിങ്ങൾക്ക് വരാൻ തുടങ്ങും. ജിമ്മിന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, എക്സസൈസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ഓടുന്നവരാണ്, നടന്ന് ഓരോന്നൊക്കെ ചെയ്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്, അല്ലാണ്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല, ഇഷ്ടമല്ലാണ്ട് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെറിയ ഡാൻസൊക്കെ കളിക്കുമ്പോൾ നിങ്ങളൊരു നോർമലി ഒരു വളരെയധികം ഒരു ഹാപ്പി സ്റ്റേറ്റ് ആയിട്ട് മാറും. ഇനി ഒന്നുമില്ല, എന്തെങ്കിലും ഡൗൺ ആയിട്ട് കൈ റബ് ചെയ്ത് നിങ്ങളുടെ കണ്ണിൽ, നിങ്ങളുടെ ഐസിലേക്ക് വെക്കുക ആ ഒരു ഫീലിംഗ്. സോ നിങ്ങൾ ആ ഒരു ഉണരുക എന്ന് പറയില്ല, ഒരു ഓൺലൈനിലേക്കാവുക. നിങ്ങളൊരു ആദ്യം ആ ഒരു ഡോർമെൻ്റ് ആയിട്ട് ഇനാക്റ്റീവായിട്ട് കിടക്കുന്നതിൽ ഫസ്റ്റ് നിങ്ങളൊന്ന് ആക്റ്റീവ് ആവുക. ഇനി എന്തൊക്കെ മെത്തേഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് വൈബ്രേഷൻ റേസ് ആണെന്നുണ്ടെങ്കിൽ വാട്ടർ കോഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് വാട്ടറിൽ, നിങ്ങളുടെ ബോഡിയിൽ 70% വാട്ടറാണ്. ഈ 70% വാട്ടർ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഈ വാട്ടറിൽ എന്തെങ്കിലും ലവ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എഫേം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് എഫേമേഷൻസ് വാട്ടറിലേക്ക് ചൊല്ലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഹെൽത്തി എന്നാണെന്നുണ്ടെങ്കിലും, ലവ് ആണെന്നുണ്ടെങ്കിലും, വെൽത്തി എന്നാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ എന്തൊരു കാര്യം, ഇപ്പം ഞാനൊരു കാര്യത്തിനെ നോക്കി സംസാരിക്കുകയാണ് അല്ലെങ്കിൽ സ്പീക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ലൈഫ് വരും. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് ആ ഗ്ലാസ്സിൽ വെള്ളത്തിനെ നോക്കിയിട്ട് ഞാൻ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ലൈഫ് ഉണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് അതിന് എന്തുണ്ടായിരിക്കും, ഒരു ലൈഫ് ഉണ്ടായിരിക്കും. സോ നമ്മൾ എത്രത്തോളം, ഇതൊരു സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. നിങ്ങൾ വാട്ടറിലേക്ക് എത്രത്തോളം പോസിറ്റീവായിട്ട് എഫേം ചെയ്യുന്നോ നിങ്ങളൊരു പുതിയ ഫ്രീക്വൻസിയാണ് സ്വാളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പുതിയ ഫ്രീക്വൻസിയാണ് ഡ്രിങ്ക് ചെയ്യുന്നത്. ഓരോ വട്ടം നിങ്ങൾ ഓരോ കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. അതാണ് മെയിൻ കാര്യം. നിങ്ങൾ ഇത്ര നാൾ നെഗറ്റീവായിട്ട് നടക്കുന്നുണ്ട്, നെഗറ്റീവായിട്ട് നിങ്ങളെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോസിറ്റീവ് ആവാനും കുറച്ച് ടൈം എടുക്കില്ലേ. എന്ന് വെച്ചാൽ മെഡിറ്റേറ്റ് ചെയ്ത് കുറേ നാൾ എടുക്കണം എന്നല്ല, നിങ്ങൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. അയ്യോ അത് എന്ത് കാണാം, ഒരു ദിവസം കൊണ്ട് എന്തുകൊണ്ട് ഞാൻ പീസ്ഫുൾ ആവുന്നില്ല, എന്തുകൊണ്ട് ഞാൻ ഹാപ്പി ആവുന്നില്ല നോക്കാണ്ട് ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആവാൻ നോക്കുക. സോ
വാട്ടർ അഫർമേഷൻസ് ചെയ്യാം. നിങ്ങൾക്ക് വാട്ടറിൽ എന്തൊക്കെയാണോ ഇഷ്ടപ്പെട്ട പോസിറ്റീവ് അഫർമേഷൻസ് ചൊല്ലി നിങ്ങൾക്ക് കുടിക്കാം. എല്ലാ ദിവസവും വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ്. ഗ്രൗണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എർത്തായിട്ട് നമ്മുടെ ഭൂമിയായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. നിങ്ങളുടെ ഷൂസൊക്കെ, നമ്മളെല്ലായ്പ്പോഴും ഷൂസൊക്കെ ഇട്ടിട്ടില്ല ഗ്രൗണ്ടിൽ നടക്കാറ്. അതല്ല, കുറച്ച് നേരം മണ്ണൊക്കെ ഫീൽ ചെയ്ത് നമ്മൾ ഇടയിൽ മണ്ണിലൊക്കെ നടക്കുക, അല്ലെങ്കിൽ ഗ്രാസിലൊക്കെ നടക്കുക, അല്ലെങ്കിൽ നേച്ചറായിട്ട് കണക്റ്റഡ് ആയിട്ട് നടക്കുക. ആ ഒരു നമ്മൾ എത്രത്തോളം നേച്ചറായിട്ട് കണക്ട് ചെയ്ത് നേച്ചറായിട്ട് സംസാരിക്കുന്നോ നമുക്ക് കുറേ ആ ഒരു പുതിയൊരു എനർജി, നമ്മളൊരു പുതിയ റിലാക്സ്ഡ് ആയിരിക്കും. എങ്ങടേലൊക്കെ നമുക്ക് പോകാൻ തോന്നുമ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുക, പ്ലാന്റ്സിനോട് സംസാരിക്കുക. ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ്, എന്തോ ഒരു ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജാർ മെത്തേഡ് യൂസ് ചെയ്യാം. ഞാനത് ഗ്രാറ്റിറ്റ്യൂഡ് ജാർ എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിൽ, ഒരു ചെറിയ മിഠായി ആണെങ്കിൽ കൂടെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് എ അൾട്ടിമേറ്റ് ഫ്രീക്വൻസി. നിങ്ങൾ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നോ അത്രത്തോളം നിങ്ങൾ പോസിറ്റീവ് ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്തൊരു ചെറിയ കാര്യമാണെങ്കിൽ കൂടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഈവൻ ചെറിയ പൈസ ആണെങ്കിൽ കൂടെ, എനിക്കിത് കിട്ടിയല്ലോ, താങ്ക് യു സോ മച്ച്. അല്ലാണ്ട് എനിക്കിത് ഇല്ലല്ലോ, എനിക്ക് ഇനിയും വേണം എന്ന് പറയാണ്ട്, അല്ല എനിക്കിത് ഇത്രയുണ്ടല്ലോ. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഒരു യൂണിവേഴ്സ്, നമ്മൾ പറഞ്ഞില്ലേ എത്രത്തോളം നമ്മൾ നന്ദി പറയുന്നു കൂടുതൽ നമുക്ക് തരാനല്ലേ തോന്നുള്ളൂ. അതുപോലെ യൂണിവേഴ്സ് ഇറ്റ് സെൻസ് യു മോർ. ഓക്കെ, ഒരു ഇത്ര സെക്കൻഡ് ടൈമർ വയ്ക്കാം. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ എത്ര പേര് ഈ ഭൂമിയോട് താങ്ക് യു പറഞ്ഞിട്ടുണ്ട്, പ്ലാന്റ്സിനോട് താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. സ്വന്തം വായു, നമ്മുടെ ലങ്സ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിലെ ഓർഗൻസ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് താങ്ക് യു പറയാൻ എത്ര കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ഫോണാണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതിനും, നിങ്ങൾക്കൊരു ഈ പേന പിടിക്കാൻ പറ്റുന്നതിനൊക്കെ നിങ്ങൾ ഗ്രേറ്റ്ഫുള്ളാണ് അല്ലേ? നിങ്ങൾ കിടക്കുന്ന ഒരു കിടക്കയാണെന്നുണ്ടെങ്കിലും, താമസിക്കുന്ന വീടാണെന്നുണ്ടെങ്കിലും, അത് എത്ര ചെറുതാണ് എത്ര വലുതാണെന്നല്ല, എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ആ ഒരു വാംത്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ ഡൗട്ട് ചെയ്യാനൊരു അവസരമേ കൊടുക്കരുത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. താങ്ക് യു ഫോർ ദ എയർ, താങ്ക് യു ഫോർ ദ വാട്ടർ, താങ്ക് യു ഫോർ ദ ഫുഡ്, താങ്ക് യു ഫോർ ദിസ്, താങ്ക് യു ഫോർ ദാറ്റ്. എല്ലാത്തിനും നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നോ തന്നെ നമ്മുടെ ബോഡി വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, ആ ഒരു പോസിറ്റീവ് വൈബ്രേഷനിൽ വരാൻ തുടങ്ങും. പിന്നെ സെൽഫ് ലവ് പ്രാക്ടീസസ്, എന്നും കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കും. ഇതിലൊക്കെ ഏതെങ്കിലും ഒരു എല്ലാം കൂടെ ചെയ്യാണ്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന ഒരു ടെക്നിക്ക് ചെയ്യുക. നിങ്ങളൊരുമാതിരി ഓവർ ബേർഡൻ എല്ലാം ചെയ്ത് ഓവർ ബേർഡൻ ചെയ്യാണ്ട് നിങ്ങൾക്ക് ഏതാണോ റെസനേറ്റ് ആവുന്നത്, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമാവുന്നത് അത് ചെയ്യുക. ആൻഡ് അല്ലാണ്ട് ബുദ്ധിമുട്ടിക്കരുത്. നമ്മൾ സ്വന്തം ഇതൊക്കെ നമ്മുടെ ഒരു വൈബ്രേഷൻ, ആ ഒരു പോസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് വിഷ്വലൈസേഷനിലാണ് ഹാപ്പിനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ചെയ്താലും മതി. അല്ലാണ്ട് 10-20 ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടയേർഡ് ഫീലിംഗ് ആണ്, ഒരു പെയിൻ ഫീലിംഗ് ആണ്, അത് ആ ഒരു നെഗറ്റീവ് വൈബ്രേഷനാണ്. സന്തോഷവും സമാധാനത്തോടെ ഇരുന്ന് ചെയ്യുന്നതും ബുദ്ധിമുട്ടി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? സോ ഞാൻ മെയിൻ കാര്യം പറയാം, ചിലവർക്ക് പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്നതായിരിക്കും വൈബ്രേഷൻ റേസ് ആവുക. അപ്പോൾ ഇപ്പോൾ വാട്ടർ മാനിഫെസ്റ്റേഷനായിട്ട് കണക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു കാര്യമാണ് നിങ്ങൾ മുടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്, പെയിൻറ്റിങ് ആണോ ഗാർഡനിങ് ആണോ, അതൊക്കെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കും തോറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നാച്ചുറലി ഒരു പോസിറ്റീവ് വൈബ്രേഷൻ, പോസിറ്റീവ് ഫ്രീക്വൻസിയിലേക്ക് വരും. യൂണിവേഴ്സിനെ ഒരു മിററായിട്ട് കണ്ടാൽ മതി. നിങ്ങൾ എന്താണോ അതാണ് യൂണിവേഴ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചേഞ്ചിങ് യുവർ സെൽഫ്. നമ്മളെന്താ ചെയ്യുക, ബാക്കിയുള്ളവരെ ചേഞ്ച് ചെയ്യാൻ നടക്കും. പക്ഷേ ട്രൈ ചേഞ്ചിങ് യുവർ സെൽഫ് ആൻഡ് നോക്കി എത്ര ഫാസ്റ്റായിട്ട് നിങ്ങളുടെ റിയാലിറ്റി ഷിഫ്റ്റ് ആവുക എന്നുള്ളത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് പേഴ്സണൽ സെഷൻ, മാനിഫെസ്റ്റേഷൻ കോച്ചിങ്സ് ആൻഡ് ഗൈഡൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ റീഡിങ്സ് കൊടുക്കുമ്പോഴും ഞാൻ പേഴ്സണലൈസ്ഡ് റീഡിങ്സ് ആണ് കൊടുക്കുന്നത്. എല്ലാവരും ബാക്കിയുള്ളവരെ മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വരുമ്പോഴും ഞാൻ പറയും നിങ്ങളാണ് മാറേണ്ടതെന്നുള്ളത്. അത് സത്യം തന്നെയാണ്. നമുക്ക് ആരെയും മാറ്റാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ എനർജിയെ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങൾക്കുള്ള ഗൈഡൻസ്, നിങ്ങൾക്കുള്ള സൊല്യൂഷൻസ് തരുന്നത്. അത് എപ്പോഴും പെർമനൻറ്റ് സൊല്യൂഷൻ ആയിരിക്കും, വർത്തി ആയിരിക്കും. സോ എന്നെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി എന്നെ റീച്ച് ഔട്ട് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. എൻ്റെ ബുക്ക് വേണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. സോ എന്താ പറയുക, ഇത് അത്രയും സിമ്പിളാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. നമ്മൾ ആദ്യത്തെ കാര്യം ആക്സെപ്റ്റ് ചെയ്യുക, എക്നോളജ് ചെയ്യുക. ആൻഡ് ഈവൻ നമ്മൾ ആ ഒരു കൈ ഇങ്ങനെ ചെയ്യും തോറും നമുക്കൊരു നമ്മുടെ ഓരോ എനർജീസ് ആക്ടിവേറ്റഡ് ആവണം, ഓരോ സെൽസ് ആക്ടിവേറ്റഡ് ആവുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ യു ആർ ഡെഫിനറ്റ്ലി അലൈൻഡ് വിത്ത് യൂണിവേഴ്സ്. അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എത്തില്ല. എവിടെയെങ്കിലുമൊക്കെ നിങ്ങളും ആ ഒരു ലൈവ് വൈബ്രേഷനൊക്കെ ആയിട്ട് അലൈൻഡ് ആവുന്നത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോസ് നിങ്ങൾക്ക് എത്തുന്നത്. ആദ്യമായിട്ട് കാണുന്നവരാണ് അല്ലെങ്കിൽ ഞാനായിട്ട് കണക്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു വൈബ്രേഷനായിട്ട് നിങ്ങൾ അലൈൻ ആവുന്നത് കൊണ്ട് തന്നെയാണ്. സോ കീപ് യുവർ ഫ്രീക്വൻസി ഹൈ
ആൻഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇത് വളരെ സിമ്പിൾ ടെക്നിക്കാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ മതി, വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെൽഫ് ലവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ടൈപ്പ് അലൈൻഡ്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ കമൻറ്റ്സിൽ നിങ്ങൾ നാളെ ആണെങ്കിലും വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും ഐ ആം അലൈൻഡ് എന്നുള്ള പോസിറ്റീവ് കമൻറ്റ്സ് കാണുമ്പോഴും അത് നാച്ചുറലി നമ്മുടെ വൈബ്രേഷൻ റേസ് ചെയ്യുക തന്നെ ചെയ്യും. സോ ടൈപ്പ് അലൈൻഡ്, ഐ ആം അലൈൻഡ് വിത്ത് യൂണിവേഴ്സ്, ഐ ആം അലൈൻഡ് ടു മൈ ഡ്രീംസ്, ഐ ആം ലവ്, ഐ ആം ലൈറ്റ്, അല്ലെങ്കിൽ ഐ ആം ഹെൽത്തി, ഐ എം വൈബ്രേറ്റിംഗ് ഇൻ ലവ് എനർജി. എന്താണെന്നുണ്ടെങ്കിൽ ഐ ലവ് മൈ സെൽഫ്, എന്താണെന്ന് നമുക്ക് ഏറ്റവും റെസനേറ്റ് ആവുന്നത് അത് ടൈപ്പ് ചെയ്യുക. ആൻഡ് എല്ലാവരും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.